രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറിയെന്ന് കോൺഗ്രസ് സംസ്കാര സമിതി സെക്രട്ടറി ഷഹനാസിന്റെ പ്രതികരണം. അന്ന് ഷാഫി പറമ്പിലിനെ ഇക്കാര്യം അറിയിച്ചിരുന്നു. കർഷക സമരത്തിന് ഡൽഹിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ മോശം സന്ദേശം അയച്ചത്. ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്നായിരുന്നു രാഹുൽ പറഞ്ഞതെന്ന് പറയുന്നു. രാഹുലിനെതിരായ പല പരാതികളും ഷാഫി പറമ്പിലിന് ലഭിച്ചിരുന്നുവെന്നും ഷഹനാസ് പറയുന്നു. വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് കർഷക സമരം നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കർഷക സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. മറ്റൊന്ന്, എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ റിജി റഷീദ് ഉണ്ട്. അവർ ഹോമിയോ ഡോക്ടറാണ് തിരുവനന്തപുരത്തെ. ഞാനും അവരുമാണ് ഈ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ചമ്പാരൻ സമരത്തിനൊക്കെ ശേഷം നമ്മൾ കർഷക സമരം കാണുകയാണ്. കർഷകർ മോദി ഗവൺമെൻറ്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ്. തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന്. അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയുക, കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല. സലാം മുഹമ്മദ് ചേരുന്നുണ്ട്. സലാം, ഇതാർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. എങ്ങനെയൊക്കെയായിരുന്നു യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകളോട്, അവരുടെ ബന്ധുക്കളോടൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറിയത് എന്നതിന്റെ പല തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഷഹനാസ് ഈ സംഭവത്തെക്കുറിച്ച് കൂടി പറയുന്നത്. ഇതിൽ ഗുരുതരമായിട്ടുള്ള വിഷയം ഷാഫി പറമ്പിലിനെ ഇത് അറിയിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ ഷാഫി പറമ്പിലിന് ഇത്തരത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാമായിരുന്നു. എന്നിട്ടും ആ സ്ഥാനങ്ങളിലൊക്കെ പിടിച്ചിരുത്തി എന്നൊക്കെയുള്ളതാണ് ഇതിലെ ഗുരുതരമായ കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്ന. എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? ലൈംഗിക പീഡന പരാതികൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നതിനിടെയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ തനിക്ക് മോശമായ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ള ഒരു തുറന്നുപറച്ചിൽ കോൺഗ്രസിന്റെ സംസ്കാര സാഹിതി സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള ഷഹനാസ് തുറന്നു പറയുന്നത്. അവർ പറയുന്നത്, ഈ കർഷക പ്രക്ഷോഭ സമയത്ത് ഈ ഡൽഹിയിൽ പോയ സമയത്ത് അവർ മെസ്സേജ് അയച്ചു. ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം മെസ്സേജ് അയച്ചത് എന്താണ് ഞങ്ങളെ വിളിക്കാതെ പോയത് എന്ന കാര്യമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ വിചാരിച്ചു ഇവരെ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെ എല്ലാവരെയും വിളിക്കാതെ അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരായിട്ട് അങ്ങനെ പോകാൻ സാധിക്കാത്തതിന്റെ ഒരു വിഷമം പങ്കുവെക്കാനാണ് രാഹുൽ മെസ്സേജ് അയച്ചത് എന്ന കാര്യമായിരുന്നു. എന്നാൽ പിന്നീടാണ് രാഹുൽ ഇത് കുറെ കൂടി വ്യക്തമായി പറയുന്നത്, തനിക്കും ഞാനും താനും കൂടി പോകുന്നതിന് വേണ്ടിയാണ് മെസ്സേജ് അയച്ചത് എന്ന കാര്യം. അങ്ങനെ ഒരു മോശമായൊരു മെസ്സേജ് രാഹുലിന്റെ ഭാഗത്തുണ്ടായി. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇവർ തുറന്നു പറയുന്നില്ല, അല്ലെങ്കിൽ മറ്റു അനുഭവങ്ങളൊന്നും ഉണ്ടായതായി ഇവർ പറയുന്നില്ല. ഏതായാലും ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ ആ രീതിയിൽ മറ്റു യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളോടും സംസ്ഥാന കമ്മിറ്റിയുള്ള ആളുകളോടും വനിതകളോടൊക്കെ തന്നെ മോശമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം ഷാഫി പറമ്പിലിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഷാഫി പറമ്പിൽ നടത്തുന്നതിനിടെ ഇങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഷാഫി പറമ്പിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ആ കാര്യം അന്വേഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇക്കാര്യം അറിയിച്ചുകൊണ്ടൊരു മെസ്സേജ് വാട്സപ്പിൽ നൽകിയപ്പോൾ അതിനൊരു റിപ്ലൈ പോലും നൽകാതെ ഷാഫി പറമ്പിൽ ഇരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവർ ആരോപിക്കുന്നത്. അങ്ങനെ ഷാഫി പറമ്പിൽ നേരത്തെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ അറിയാമായിരുന്നു. എന്നാൽ വീണ്ടും പ്രസിഡന്റാകാൻ ഒരു ശ്രമം നടത്തി. ആ ശ്രമം നടത്തുന്നതിനിടെ പോലും ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് തന്റെ ഭാഗത്തുനിന്നും നൽകുകയുണ്ടായി. എന്നാൽ പോലും ഷാഫി പറമ്പിൽ ഒരു മറുപടിയും നൽകിയില്ല എന്നത് കൂടിയാണ് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയും ഷാഫിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഷാഫി കരയുന്ന ഒരു സ്മൈലി തനിക്ക് റിപ്ലൈ ആയി നൽകി എന്നുള്ളതാണ് ഷഹനാസ് പറയുന്നത്. അങ്ങനെ മറ്റു ചില ആരോപണങ്ങൾ കൂടി ഷഹനാസ് പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു നേതാവിനെ എതിരെ കൂടി രജിത് രവീന്ദ്രൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു നേതാവും തനിക്ക് ഒലിവ് പബ്ലിക്കേഷൻ എന്ന് പറയുന്ന MK മുനീറിന്റെ ഉടമസ്ഥയിലുള്ള ഒരു പബ്ലിക്കേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് MK മുനീറുമായി ചില അപവാദ പ്രചരണങ്ങൾ MK മുനീറുമായി ചേർത്ത് വെച്ചുകൊണ്ട് ചില അപവാദ പ്രചരണങ്ങൾ രജിത് രവീന്ദ്രൻ നടത്തി. ആ അപവാദ പ്രചരണങ്ങളുടെ പിന്നാലെ പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റ് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു. അതിനുശേഷം K സുധാകരൻ പ്രസിഡന്റായി വന്നപ്പോഴും അവർക്കൊക്കെ തന്നെ പരാതി നൽകുകയും ചെയ്തു. ആ പരാതിയിലൊന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളത് കൂടി ഷഹനാസ് പങ്കുവെക്കുന്നു. ധന്യ.